ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് ഞാൻ എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എനിക്ക് സ്പെഷ്യലാണ്. ബിക്കോസ് ഞാൻ ബിരിയാണി വെക്കാൻ പഠിച്ചത് തന്നെ ഈ ഒരു ചെമ്മീൻ ബിരിയാണി കൊണ്ടാണ്. അതുവരെ ഞാൻ ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും ഫ്ലോപ്പായി പോവായിരുന്നു. അവസാനം ഞാൻ ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഇന്നേ വരെ പിന്നെ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എങ്കിൽ കൂടി ഞാൻ ഈ ഒരു റെസിപ്പിയിൽ, മറ്റേതൊക്കെ നമുക്ക് ഏതൊരു റെസിപ്പി കിട്ടണമെങ്കിലും നമ്മളുടെ ഐഡിയ വെച്ചിട്ട് നമ്മൾ അതിൽ കുറച്ചും കൂടെ നമ്മളുടെ വക കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് നോക്കും, എന്നിട്ട് ഒന്ന് പുതുക്കി എടുക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ചെമ്മീൻ ബിരിയാണി ഞാൻ ഇന്നേ വരെ ഈ ഒരു ഇതിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അത്രയ്ക്കും എനിക്ക് എപ്പോഴും ഈസി ആയിട്ടും തോന്നിയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണിത്. അപ്പോൾ ഈ മദേഴ്സ് ഡേക്ക് ഞാനിങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഈ ചെമ്മീൻ ബിരിയാണിയുടെ ഒരു റെസിപ്പി. മറ്റ് പല ബിരിയാണി ഞാൻ ആദ്യമൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. എനിക്ക് ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടുള്ള സംഭവമായിരുന്നു. അതുപോലെ ഒരുപാട് പാത്രങ്ങളൊക്കെ നിരത്തി വെക്കണം ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ഇതാണെങ്കിൽ ഒരൊറ്റ പോട്ടിൽ തന്നെയാണ് നമ്മൾ ഈ ബിരിയാണി ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പാത്രങ്ങളൊന്നും എടുക്കാതെ കൂടുതൽ ടെൻഷൻ ഇല്ലാതെ ഈ ബിരിയാണി പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളെ ഉമ്മമാരെ ഓർക്കാൻ ഇങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് മദേഴ്സ് ഡേയുടെ ഒന്നും ആവശ്യമില്ലല്ലേ. നമ്മൾ എപ്പോഴും ഞാനൊക്കെ എപ്പോഴും ഏത് കുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മളെ ഉമ്മമാർ തന്നെ ആയിരിക്കും. നമുക്ക് പഴയകാല റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. ഒരു ബിരിയാണി വെക്കാൻ വന്നിട്ട് കഥ ഇങ്ങനെ നീണ്ടു പോകണില്ലേ, നമുക്ക് കുക്ക് ചെയ്യണ ഇടയിലൂടെ ബാക്കി കഥകളൊക്കെ പറയാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്നും അല്ല, നമ്മൾ സാധാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ രണ്ടും ഒരു ഈക്വൽ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ചൂടായി വരട്ടിട്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല പ്രവാസികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണി ആയിക്കോട്ടെ ഇത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത്, അതൊന്ന് ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പൂ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തുടക്കക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഒട്ടും ഫ്ലോപ്പ് ആവില്ല ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ. ഇനി ഇതാ നമുക്കിവിടെ 4 സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ, നല്ല വഴന്ന് കിട്ടാനുള്ളതല്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മളെ സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് സവാളൊക്കെ നന്നായിട്ട് വഴന്ന് എടുക്കണം കേട്ടോ ബിരിയാണിയിൽ ഇഷ്ടം. ഇങ്ങനെ കടിച്ച് ആ ഒരു പരുവത്തിൽ വരാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇനി നല്ല കാന്താരി മുളക്, നല്ല എരിവുള്ള 3 മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൊണ്ടിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കൂടുതൽ മസാലപ്പൊടികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണം കേട്ടോ. ഇപ്പോൾ ഈ ബിരിയാണിയിലൊക്കെ ചേർക്കണ പോലെ ഒരുപാട് പൊടികളൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാൻ പറ്റും ഈ ഒരു ബിരിയാണി. ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മൂടി വെക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് വഴന്ന് വരണ വരെ വെയിറ്റ് ചെയ്യണം. നിങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുക? അത് വേറെ ദമ്മ് ചെയ്തിട്ട് പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ താഴെ നിങ്ങളുടെ ഫസ്റ്റ് അനുഭവമൊക്കെ ഒന്ന് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞാനിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പം ഈ മീൻ ബിരിയാണിയിൽ ഞാൻ കുറച്ച് കൂടുതൽ നമ്മളെ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇഞ്ചി കുറച്ച് കുറവാണ്. നമ്മളെല്ലാത്തിലും ഈക്വലായി എടുക്കണ പോലെയല്ല. ഈ ഒരു മീൻ ബിരിയാണിയിൽ വെളുത്തുള്ളി പേസ്റ്റാണ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങനത്തെ ഇതിലൊക്കെ ചേർക്കുന്നതിനേക്കാളും കുറച്ച് കുറവ് മതി. നമുക്ക് ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും വേണ്ട. ഇനി ഞാനിവിടെ 2 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചോപ്പ് ചെയ്ത് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ ബിരിയാണിയൊക്കെ വെക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഞാനൊരു പാത്രത്തിൽ
വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരി ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും ചോറ് വറ്റിച്ചും കൊണ്ടാണ് ബിരിയാണി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് ഇങ്ങനെ ഉപ്പ് അധികമായിട്ട് നിൽക്കണം, അപ്പോഴേ ബിരിയാണിയിൽ കറക്റ്റ് ആവുള്ളൂ ഉപ്പ്. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. അതപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ, ഇതിപ്പോൾ ഒരു 3/4 കിലോ ചെമ്മീനാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോൾ എത്ര ചെമ്മീൻ ഇട്ടാലും ബിരിയാണിയിൽ അങ്ങോട്ട് കാണില്ല, ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോൾ ചെറിയ ചെമ്മീനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുക. നമ്മൾ വലിയ ചെമ്മീൻ കഴിക്കണതിനേക്കാളും ചെറിയ കുഞ്ഞു ചെമ്മീൻ ഉണ്ടാവുമല്ലോ, ആ ചെമ്മീനായിരിക്കും ബിരിയാണിയിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ മീനിലേക്കും കൂടെ ഉള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സവാളൊക്കെ വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുനാരങ്ങ നീരോ അതൊന്നും ഒഴിക്കണില്ല, തൈര് മാത്രമേ ഇതിലേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റിന് കുക്കായാൽ മതി കേട്ടോ. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് മീൻ അങ്ങനെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഗരം മസാല കേട്ടോ, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലി പുതിന ഇല 1 ടേബിൾ സ്പൂണോളം. ഇതിലേക്ക് അധികം ഇങ്ങനെ പുതിന മല്ലിയില ഒന്നും ഇടില്ല കേട്ടോ. മറ്റേ നമ്മൾ ചിക്കൻ ബിരിയാണി പോലെ ഒന്നും ഒരുപാട് മല്ലി പുതിന ഇലയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു ബിരിയാണിയുടെ സ്മെല്ലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലി പുതിന ഇല കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് അടിച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വെക്കാം. അപ്പോൾ അതാ നമ്മൾ തൈരിൽ നിന്നും മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. ഞാൻ ഏകദേശം ചിക്കൻ ബിരിയാണി ഇതുപോലെ കുക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇവിടെ പറയുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയം തന്നെ നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ തന്നെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഈ ബിരിയാണി റെഡിയാവും. അപ്പോൾ ഇതാ ഞാനിത് തിളച്ച വെള്ളം നമ്മളെ മസാലയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ കുരുമുളക് ഇട്ട. കുരുമുളക് ഞാൻ ചതക്കി ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റമായിട്ട് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം നിങ്ങൾ ഇട്ടോളൂ, അല്ലാതെ മുളക് പൊടി ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല. ജസ്റ്റ് ഞാനൊരു 1/4 ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആ റൈസിലേക്ക് ഒരു മഞ്ഞ കളറും കൂടി കിട്ടാനായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് കുട്ടികളൊക്കെ കടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി. അപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കൈമാ റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ മട്ടൻ ബിരിയാണിയിൽ കാണിച്ച പോലെ കൈമാ റൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കിയാൽ ഇതാ നമ്മളെ ബിരിയാണി ഇപ്പോൾ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റാനുള്ളൂ. അപ്പോൾ ഇനി ഇതേ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല നെയ്യ് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി, കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ആ ബിരിയാണിയുടെ സ്മെല്ല് കിട്ടാൻ വേണ്ടി മൂടി വെക്കാൻ പോവല്ലേ. അതുപോലെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെക്കാം. ഇനി ഞാൻ നമ്മുടെ മട്ടൻ ബിരിയാണിയിൽ കാണിച്ച പോലെ തന്നെ ഒരു പഴയ പാന് താഴെ വെച്ചിട്ട് അത് നന്നായി ചൂടാക്കിയതിന് ശേഷം നമ്മളെ ബിരിയാണിയുടെ ആ പാത്രം ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് തുറക്കാതെ തന്നെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ആവി പോണൊരു മൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂടിയുടെ മുകളിൽ കുറച്ചൊരു വെയിറ്റ് ഉള്ള ഒരു സംഭവം എന്തെങ്കിലും കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആവിയൊക്കെ വന്ന് നമ്മളെ ബിരിയാണി ഇവിടെ നല്ല സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഓർമ്മയിലെ രുചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളെ ചലഞ്ചിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര മടി കാരണം അതിനൊന്നും വന്നില്ല. ഇതൊരു ഓർമ്മയിലെ രുചിയിലേക്കും കൂടെ പോകും. കാരണം നമ്മുടെ ഉമ്മമാർ നമുക്ക് തന്നിട്ടുള്ള ഒരു രുചി അതാണല്ലോ ഓർമ്മയിലെ രുചി. അപ്പോൾ അതിലേക്കും പോവും. അത് എനിക്ക് എൻ്റെ യൂട്യൂബേഴ്സിൽ ഫസ്റ്റ്
ഫസ്റ്റ് ബൈറ്റ് റഹീസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റഹീസ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരീസ് ഹെവനിലെ ആരിഷ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മയിലെ രുചികളിലേക്കും പോകും. അതുപോലെ തന്നെ മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിഗണിക്കാം കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഓർമ്മയിലെ രുചി എന്ന് പറയുന്നത്. നമ്മുടെ ഉമ്മ ഉണ്ടാക്കി തരുന്ന അതേ ഒരു ടേസ്റ്റിൽ നമ്മൾക്കും ഉണ്ടാക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുത്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു കിഡിലൻ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.